വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ചതിലേക്ക് 1/2 കപ്പ് വെള്ളം വെച്ച് കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് തിളച്ച ശേഷം തേങ്ങയും പെരുംജീരകം 1/2 കപ്പ് പത്തിരിപ്പൊടിയും ഇട്ട് അതൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയതിൻ്റെ ശേഷം പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് ഇട്ട് വഴറ്റിയ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുളകും പൊടി, കാശ്മീരി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ഒരു മുട്ട ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി വെച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് വാട്ടി വെച്ച പൊടി എടുത്ത് നന്നായി കുഴച്ച് ഇതുപോലെ ഉരുളാക്കി പരത്തി അതിലേക്ക് മസാല ആക്കിയതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഉന്നക്കായുടെ ആ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിൽ തട്ട് വെച്ച് അതിലൊന്ന് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീരി മുളകും പൊടി, ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ അതിലൊന്ന് പുരട്ടി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.